പേരിൽ മാത്രമാണ് കേരള ലൈൻസ് എന്നുള്ളത്. വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാഗാലാൻഡാണ്, NL ആണ്, KL അല്ല. നമ്പർ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിന് പല റീസൺസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. കമന്റ് ഒന്നും ചെയ്യാൻ വയ്യ, നേരെ മറിച്ച് ഞാൻ നല്ല വ്യക്തമാക്കി തരാം എന്തുകൊണ്ടാണ് അങ്ങ് നാഗാലാൻഡ് രജിസ്ട്രേഷൻ ഈ കേരള ലൈൻസിനൊക്കെ വരുന്നതെന്നുള്ളത്. കേരളത്തിലെങ്ങാനും രജിസ്റ്റർ ചെയ്താൽ ഉണ്ടല്ലോ, ടാക്സ് കൊടുത്ത് അവർ മുടിയും. ലാസ്റ്റ് കേരള ലൈൻസിന്റെ തറവാട് അവർ വിൽക്കേണ്ട വരും ഇവിടുത്തെ ടാക്സ് അടച്ച് തീർക്കാനായിട്ട് വണ്ടിയുടെ. അങ്ങനെ അറ്റം പോയി കഴിഞ്ഞാൽ 2000-2500 രൂപയ്ക്കൊക്കെ ഇപ്പൊ നമുക്ക് കേരള ലൈൻസിലെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാംഗ്ലൂർക്കാണെങ്കിലോ ചെന്നൈക്കാണെങ്കിലോ ഒക്കെ. ഇതെങ്ങാനും ഈ വണ്ടി കേരളത്തിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ എങ്ങനെ പറഞ്ഞാലും 5000 രൂപ 6000 രൂപയെങ്കിലും ആയിരുന്നേനെ ഇതിന്റെ മിനിമം ടിക്കറ്റ് ഫെയർ വരുന്നത്. അതിന് നമ്മൾ ബസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ടാക്സ് അടയ്ക്കണ്ടേ. അതുകൊണ്ട് എങ്ങനെ പോലും ആ റേറ്റ് എങ്കിലും വരും, ഫ്ലൈറ്റിൽ പോകുന്ന ചാർജ്. സോ ആ ചാർജ് ഒഴിവാക്കി ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കൂടുതലും വണ്ടികൾ കൊണ്ട് ഈ നാഗാലാൻഡിലും കർണാടകത്തിലും ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ ഇറക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്കും പണി കിട്ടും. ആര് കയറാനായി കാശ് കൊടുത്ത് വണ്ടിക്കകത്ത്